വെള്ളാർമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിനടിയിൽ നിന്ന് 50 വയസ്സിലധികം പ്രായമുള്ള ആളുടെ മൃതദേഹം കണ്ടെത്തി. തെർമൽ ഇമേജിംഗ് പരിശോധന നടത്തിയ ശേഷം കടാവർ നായ മർഫിയും അതേ സ്പോട്ട് തന്നെ ഉറപ്പിച്ച ശേഷമാണ് NDRF മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് മൃതദേഹം പുറത്തെടുത്തത്. സുജയ പാർവതിയുടെ റിപ്പോർട്ടിലേക്ക്. വെള്ളോർമല സ്കൂളിന്റെ 2 കെട്ടിടങ്ങൾക്ക് ഇടയിലുള്ള ഭാഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ട ഭാഗത്തു നിന്നാണ് 50 വയസ്സ് പ്രായമുള്ള പുരുഷന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഇവിടെ തെർമൽ ഇമേജിങ്ങിലൂടെ സ്പോട്ട് ചെയ്ത സ്ഥലമാണ്. തെർമൽ ഇമേജിങ്ങിൽ മാപ്പിങ്ങിൽ മൃതദേഹങ്ങൾ കിടക്കുന്നതായാണ് കണ്ടെത്തിയത്. അതുകൊണ്ടാണ് അവിടെ വീണ്ടും കുഴിച്ച് പരിശോധിക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ കടാവർ നായയായ മർഫി ഇവിടെ എത്തി കുരച്ചിരുന്നു, പരിശോധന നടത്തിയിരുന്നു. മർഫി ഇപ്പോഴും ഇവിടെ തുടരുകയാണ്. മർഫിയെ നമുക്ക് ഇവിടെ ദൃശ്യങ്ങളിൽ കാണാം. മർഫി ഇവിടെ എത്തി ബാർക്ക് ചെയ്ത സ്ഥലമാണ് നേരത്തെ കുഴിച്ചപ്പോൾ ഒരു മൃതദേഹം കിട്ടിയത്. മർഫി ഇവിടെ കണ്ടിന്യൂസ് കുരയ്ക്കുകയായിരുന്നോ? അത് മാഡം, ഞങ്ങൾ രാവിലെ ഡ്യൂട്ടിക്ക് വന്ന സമയത്ത് ആദ്യമേ സ്റ്റാർട്ട് ചെയ്ത് ഈ ഭാഗത്തു നിന്നാണ്. ഈ ഭാഗത്തു നിന്ന് നമ്മൾ സെർച്ചിന് വിട്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ സെർച്ച് ചെയ്യുന്നതിന് ശേഷം ഓരോ സ്പോട്ടുകളിൽ ചെന്നിട്ട് അവൻ ബാർക്ക് ചെയ്യുകയുണ്ടായി. അങ്ങനെ തൊട്ടപ്പുറത്തുള്ള സ്പോട്ടിൽ ബാർക്ക് ചെയ്യുന്നതിനെ തുടർന്ന് നമ്മളവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടാണ് ഞങ്ങൾ മേളിലേക്ക് പോയത്. അപ്പോൾ ഞങ്ങൾ മേളിൽ ചെന്ന് അവിടെ നമ്മൾ ഇന്ന് ഒരു 6 സ്പോട്ടുകൾ അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 6 സ്പോട്ടുകളാണ് ഇന്ന് മർഫി കണ്ടെത്തിയത്. അതിൽ ഒരിടത്തു നിന്നുള്ള മൃതദേഹം 50 വയസ്സുള്ള പുരുഷന്റെ മൃതദേഹം കണ്ടെടുത്തു. ഇനി അടുത്ത സ്പോട്ട് എന്ന് പറയുന്നത് ഇതാണ്, സ്പോട്ട് നമ്പർ 2. അവിടെയാണ് ഇപ്പോൾ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് ആഴത്തിൽ കുഴിക്കുന്നത്. നോക്കൂ, ആ കെട്ടിടം അത് വെള്ളോർമല സ്കൂളിന്റെ ഒരു ഭാഗമാണ്. ആ ഭാഗം മുഴുവൻ ഇടിഞ്ഞ് താഴേക്ക് പതിച്ചിട്ടുണ്ട്. അത്രയേറെ ആഘാതം ഇവിടേക്ക് വന്ന മരങ്ങളും ഒപ്പം തന്നെ പാറ കഷ്ണങ്ങളും ഒക്കെ കൂടി ചേർന്ന് ഇവിടെ വലിയ നാശനഷ്ടം വരുത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. വലിയ മരങ്ങളാണ് ഇവിടേക്ക് വന്ന് അടിഞ്ഞത്. ഈ മരങ്ങളെല്ലാം ഇവിടെ കിടന്ന കുറേ മരങ്ങൾ അങ്ങോട്ടേക്ക് മാറ്റിയിട്ടിട്ടുണ്ട്. വലിയ മരങ്ങളാണ് ഇങ്ങോട്ടേക്ക് വന്ന് അടിഞ്ഞത്. ഇതിനൊക്കെ അടിയിൽ ആഴത്തിൽ ഇളക്കി പരിശോധിച്ചാൽ മാത്രമേ അതിനടിയിൽ മനുഷ്യരുടെ ദേഹങ്ങൾ ഉണ്ടോ എന്നത് കണ്ടെത്താൻ കഴിയൂ. എന്തായാലും തെർമൽ ഇമേജിങ്ങിൽ പതിഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ കുഴിക്കുന്നത്. അതായത് കൃത്യമായി ഈ സർവേ ഓഫ് ഇന്ത്യയുടെ മാപ്പിംഗ് പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് ഈ തെരച്ചിൽ നടക്കുന്നത് എന്നത് വ്യക്തമാണ്. ഇവിടെ നോക്കൂ, തലയിണകളുടെയൊക്കെ ഭാഗങ്ങൾ, അതായത് വീടുകളിൽ നിന്നുള്ള സാധനങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന് വ്യക്തമാണ്. ഇപ്പോൾ ഇതൊരു തലയിണയുടെ ഭാഗമാണ്. വീടുകളുടെ ഭാഗങ്ങൾ നമുക്ക് കാണാം. ഒപ്പം പൊട്ടിയ ബക്കറ്റുകൾ ഒക്കെ കിടക്കുന്നുണ്ട്. അങ്ങനെ വീടിൻ്റെ ഭാഗങ്ങൾ ഒക്കെ വന്നടിഞ്ഞ സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇതിൽ മൃതദേഹം കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് അവരിപ്പോൾ കുഴിച്ച് പരിശോധിക്കുന്നത്. ഇവിടെയുള്ള അവശിഷ്ടങ്ങൾക്കിടയിൽ പ്ലേറ്റുകളും അങ്ങനെ അടുക്കളയിലുള്ള സാധനങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ ഡൈനിങ് റൂമിലുള്ള സാധനങ്ങളുടെയൊക്കെ ആണ് ഇപ്പോൾ ഇവിടെ അവശിഷ്ടങ്ങൾ വന്ന് അടിഞ്ഞിരിക്കുന്നത്. അതെല്ലാം ഇളക്കിയുള്ള പരിശോധനയാണ് ഇപ്പോൾ വെള്ളോർമല സ്കൂളിൻ്റെ ഒരു ഭാഗത്ത് നടക്കുന്നത്. മറുഭാഗത്ത് ഏകദേശം അവർ കുഴിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. നോക്കൂ, എത്ര വലിയ തടിക്കഷ്ണങ്ങളാണ് ഈ ഭാഗത്തേക്ക് വന്നത് എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും. ഇവിടേക്ക് ഒഴുകി വന്ന തടിക്കഷ്ണങ്ങളുണ്ട്, ഇവിടെ വന്ന് അടിഞ്ഞ തടികളുണ്ട്. ഒരു വലിയ മരം തന്നെ കടപുഴകി വന്നതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാമെന്ന് കരുതുന്നു. ആ ഒരു വലിയ മരം അത് ഈ സ്കൂളിൻ്റെ ഭാഗം ഇടിച്ച് തകർത്ത് താഴേക്ക് വീണ് അവിടെ അടിഞ്ഞു നിൽക്കുകയാണ്. ആ ഒരു വലിയ മരം, അതുപോലെയുള്ള വലിയ മരങ്ങളാണ് ഇവിടെ എല്ലാം അടിഞ്ഞിരിക്കുന്നത്. വലിയ നാശനഷ്ടം ഈ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല മൃതദേഹങ്ങൾ കൂടുതലായി കണ്ടെത്താനുള്ള സാധ്യതയുള്ള ഒരു സ്പോട്ട് കൂടിയായി ഇത് മാറുകയാണ്. കടാവർ നായ മർഫിയാണ് ഇവിടെ പരിശോധന നടത്തിയത്. 6 സ്പോട്ടുകൾ, അതായത് 6 മൃതദേഹങ്ങൾ കിടക്കുന്ന ഇടങ്ങൾ കണ്ടെത്തിയെന്നാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇപ്പോൾ അഴുകി തുടങ്ങിയതിനാൽ അതിൻ്റെ മണം ഇവിടെ എല്ലാം പരക്കുന്നുണ്ട്. ഇവിടെ കൂടുതൽ സമയം നിൽക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല. മൃതദേഹത്തിൻ്റെ അഴുകിയ മണമാണ് ഈ ഭാഗത്തെല്ലാം ഉള്ളത്. അവിടെയാണ് ഇപ്പോൾ കുഴിച്ച് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. വെള്ളാർമല ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഭാഗത്താണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. 4 മൃതദേഹങ്ങൾ വലതു ഭാഗത്തു നിന്നും, 1 മൃതദേഹം ഇടതു ഭാഗത്തു നിന്നും, അങ്ങനെ 5 മൃതദേഹങ്ങളാണ് ഈ സ്കൂളിൻ്റെ പരിസരത്ത് നിന്ന് ഈ ഭാഗത്തു നിന്ന് ഇപ്പോൾ കുഴിച്ചെടുത്തിരിക്കുന്നത്. അതാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ എത്തുമ്പോൾ നേരിട്ട് കാണാൻ കഴിയുന്നത്. ഇവിടെയൊക്കെ മൃതദേഹത്തിൻ്റെ അഴുകിയ മണം നമുക്ക് ഇവിടെ എത്തുമ്പോൾ വരുന്നുമുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് ബെഞ്ചിത് പി ഗോപാലിനൊപ്പം റിപ്പോർട്ടർ സുജയ പാർവതി, റിപ്പോർട്ടർ വെള്ളോർമല.